ആണ് മാഷപ്പോടെ ചെയ്തു. ആദ്യം ഒരു ഗ്ലാസ് സ്ലാബ് വെച്ചു, അതിൻ്റെ കാണില്ലേ, ആദ്യം ഗ്ലാസ് സ്ലാബ് വെച്ചു, ഈ ഗ്ലാസ് സ്ലാബ് വെച്ചു, ഔട്ട്ലൈൻ വരച്ചു, ശേഷം ഒരു നോർമൽ വരച്ചു, പിന്നെ അതിൽ 40 ഡിഗ്രി മാർക്ക് ചെയ്തു, അതിലൊരു ലൈൻ നേരെ വരച്ചു, വീണ്ടും ഞാൻ ആ ഗ്ലാസ് സ്ലാബ് അവിടെ വെച്ചു, എന്നിട്ട് ലേസർ എടുത്തു, ലൈറ്റ് അടിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ കാണാൻ പറ്റും ഈ ലേസർ ലൈറ്റ് ഒന്നിവിടെ തട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ബെൻഡാവൺ കാണാൻ പറ്റും. ഉള്ളിൽ അത് ബെൻഡായിട്ട് പിന്നെ പുറത്തെത്തുന്നത് നേരെ ഇങ്ങോട്ടാണ് പോണത്. മാഷ കൈയും കൂടെ ഉണ്ടോ, കണ്ടോ, ഇങ്ങനെ പോകും. ഈ ബോർഡ് കാണിച്ചു, ആ ബോർഡിൽ കാണുന്നത് പോലെ ഈ ബോർഡിൽ കാണുന്നത് സൂം ചെയ്യാൻ പറ്റും. ബോർഡിൽ കാണുന്ന പോലെ ഈ ലൈറ്റ് വന്നിവിടെ തട്ടി പിന്നെ ഉള്ളിലേക്കാ വന്നത്. ശേഷം ഇത് പുറത്തേക്ക് പോകണം, നേരല്ല അകന്ന് പോവാണ് ചെയ്തത്. അപ്പൊ മാഷ മക്കൾ ഓർക്കേണ്ടത്, എയർ എന്ന മീഡിയത്തിൽ നിന്ന് ഗ്ലാസ് എന്ന മീഡിയത്തിലേക്ക് ലൈറ്റ് വരുമ്പോൾ ബെൻഡിങ് ടുവേർഡ്സ്, ഈ നോർമലിനോട് ടുവേർഡ്സ്, പിന്നെ ഗ്ലാസ് നിന്ന് എയറിലേക്ക് പോകുമ്പോൾ എവേ അകന്ന് പോവുക ചെയ്യുന്നത്. അപ്പൊ മാഷ മക്കൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഗ്ലാസ് ലാബിന്റെ പരീക്ഷണത്തില് ഒരു ഗ്ലാസ് ലാബിലേക്ക് എയറിന്ന് ലൈറ്റ് ചെരിഞ്ഞു തട്ടുന്ന സമയത്ത് അത് ബെൻഡിങ് ടുവേർഡ്സ് നോർമൽ, ഗ്ലാസിന്റെ ഉള്ളിൽ നിന്ന് ചെരിഞ്ഞു തട്ടുന്ന സമയത്ത് എയറിലേക്ക് പോകുമ്പോൾ ബെൻഡിങ് എവേ ഫ്രം ദ നോർമൽ. ഇതാണ് ഇപ്പൊ ചെയ്യുന്ന പരീക്ഷണം.